ആമയിഴഞ്ചാൻ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു ചർച്ച നടത്തിയിരുന്നു. എല്ലാവർക്കും അറിവുള്ളതുപോലെ അതിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന പ്രവൃത്തിയിൽ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മരണമുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഗതിവേഗം കൂട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചത്. അങ്ങനെ വന്ന സന്ദർഭത്തിൽ ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യപടി. റെയിൽവേ അക്കാര്യത്തിൽ പൂർണ്ണമായൊരു സഹകരണം നൽകാൻ തയ്യാറായില്ല. മാത്രമല്ല, റെയിൽവേ ട്രാക്കിന് അടിയിൽ കൂടെ വരുന്ന ഭാഗമാണെന്നുള്ളത് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ പണം കണ്ടെത്തേണ്ടി വന്നു. അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആശ്രയിച്ചത് നഗര വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽപ്പെടുത്തി അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി തരികയായിരുന്നു. അതിന്റെ ഭാഗമായി റെയിൽവേ ട്രാക്കിനടിയിലുള്ള ഏതാണ്ട് 117 മീറ്റർ നീളത്തിൽ 1200 ഘനമീറ്റർ എക്കലും ചെളിയും മണ്ണുമെല്ലാം മാറ്റപ്പെട്ടു. അതിന്റെ വെളിയിൽ ഏതാണ്ട് 65 മീറ്ററോളം വരുന്ന സ്ഥലത്ത് 1300 ഘനമീറ്ററോളം വരുന്ന അഴുക്ക് ചാലിൽ പെട്ടിട്ടുള്ള ചെളിയും പെക്കലുമെല്ലാം പൂർണ്ണമായി നീക്കുന്നതിനുള്ള നടപടികൾ വരുന്ന ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കും. ഇതിനുവേണ്ടി 65 ലക്ഷം രൂപയാണ് ചെലവഴിക്കപ്പെട്ടത്. ഇത് തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പായി ഒരു വിഷയത്തിൽ ആസ്പദമായി തുടങ്ങിയതാണെങ്കിലും അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, പഴവങ്ങാടി തോടിനെ സംബന്ധിച്ച് ഇതിന്റെ ടണൽ മുഖത്ത് അതോടൊപ്പം തന്നെ ടണലിനകത്തും ഉള്ള ഈ രണ്ട് കാര്യങ്ങൾ മാറ്റപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ ബേക്കറി മുതൽ പാറ്റൂർ വരെയുള്ള 2 കിലോമീറ്റർ ഡീസൽ ചെയ്യുന്നതിന് വേണ്ടി 30 ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം കൂടി ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഉടനെ ആരംഭിക്കും. മാത്രമല്ല, ഇത് വന്ന സമയത്ത് ഇക്കാര്യങ്ങളെല്ലാം കവർ ചെയ്യത്തക്കുള്ള ഫെൻസിംഗ് കാണും എന്ന ഒരു രീതി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിന് സമ്പൂർണ്ണമായ ഗൗരവം കൊടുത്തു. വഴിയിൽ കൂടെ പോകുന്നവരെല്ലാം ചപ്പും ചവറും എല്ലാം വലിച്ചെറിഞ്ഞ് അത് മലിനീകരിക്കപ്പെടുന്നൊരു സാധ്യത ഒഴിവാകുന്നതിന് ചെറിയ തോതിലുള്ള ആവശ്യം പോരാ എന്ന് മനസ്സിലാക്കിയെങ്കിൽ പോലും അതിന് 5.54 കോടി രൂപ അനുവദിച്ചു. അതിനാവശ്യമായ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2.17 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവേർഡ് ചെയ്ത ഫെൻസിങ്, അത് ആദ്യമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ പ്രദേശത്തെടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ആ നിലയിലെല്ലാം ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ നമുക്ക് നടത്താൻ പറ്റിയതുകൊണ്ടാണ് തലസ്ഥാന നഗരിയിൽ പ്രത്യേകിച്ച് റെയിൽവേ ട്രാക്കുമായും റെയിൽവേ സ്റ്റേഷനുമായും ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തെ നമുക്കൊരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിച്ചത്. തുടർന്ന് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രവർത്തനകൂടിയാകുമ്പോൾ അത് നല്ല നിലയിൽ പുരോഗതി പ്രാപിക്കാനായിട്ട് കഴിയും. മാത്രമല്ല, നെല്ലിക്കുഴി പാലം മുതലുള്ള ഭാഗത്തേക്ക് താഴേക്ക് ഇത്തരം കാര്യങ്ങൾ നല്ല നിലയിൽ നടത്തുന്നതിനും പാർശ്വ ഭിത്തികൾ ബലപ്പെടുത്തുന്നതിനും വേണ്ടി 12 കോടി രൂപയും കൂടി അനുവദിക്കത്തക്ക സ്ഥിതി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആമയിഴഞ്ചാൻ തോടിന്റെ ഇത്തരം കാര്യങ്ങൾ നല്ല നിലയിലാവുന്നതോടുകൂടി വെള്ളപ്പൊക്കം നിയന്ത്രണവും അതോടൊപ്പം നല്ല നിലയിൽ ശുചീകരണ പ്രവർത്തനം നടത്താനും ഭാവിയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾക്കായി ഫെൻസിംഗ് രൂപപ്പെടുത്താനും നമുക്ക് സാധിച്ചു. പൊതുമരാമത്ത് വകുപ്പും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും LSTDയും ഉൾപ്പെടെ അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒന്നും കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സാങ്കേതികമായി എന്തെങ്കിലും തകരാറുകൾ ഇനി ഭാവിയിലേക്ക് വരുത്തേണ്ടതുണ്ടോ എന്നും കൂടി പരിശോധിക്കും. ആ നിലയിൽ വളരെ ഉയർന്ന നിലവാരത്തിൽ വളരെ പെട്ടെന്ന് ഈ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തുഷ്ടിയാണുള്ളത്. ഞാൻ ഈ സ്ഥലം ഒന്നൊന്ന് കാണാനും ഇത്തരം കാര്യങ്ങൾ വിലയിരുത്താനാണ് ഇവിടെ എത്തിയത്. പ്രസ്തുത തുക ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താമസിയാതെ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളുമായി എടുത്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതെല്ലാം കൃത്യമായി എല്ലാ പത്രങ്ങളിലും ചാനലിലും വന്നല്ലോ. ബ്ലൂബെറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ജലസേചന വകുപ്പോ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റോ എന്താ ചെയ്തത്? ജലസേചനത്തിനും കുടിവെള്ളത്തിനുമുള്ള പ്രയോറിറ്റി ഒരിക്കലും മറികടന്നിട്ടില്ല. ഒന്ന്.
ഒരു കുറവും ഉണ്ടാകാനുള്ള ഒരു തലത്തിലും അധിക ജലം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. അവിടെ 95 MLD വാട്ടർ ഉപയോഗിക്കുന്നതിൽ 10 MLD കിൻഫ്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കിൻഫ്രയ്ക്ക് കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഇത്തരം കാര്യങ്ങളിൽ ജലം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെന്നുള്ളത് മാത്രമേ വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുള്ളൂ. വേറെ വാട്ടർ അതോറിറ്റി അതിനകത്തൊരു കക്ഷിയല്ലല്ലോ. സത്യത്തില് വാട്ടർ അതോറിറ്റി നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നൊരു ഏജൻസിയാണ്. ആ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 10 MLD വാട്ടർ കിൻഫ്രയ്ക്കുണ്ട്, അതിൽ നിന്ന് എടുക്കാം എന്നത് പറഞ്ഞാൽ അത് തെറ്റില്ല. പുതിയ സംരംഭങ്ങൾ ഉണ്ടാകാൻ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അപേക്ഷ വെക്കുമ്പോൾ തന്നെ NOC ലഭ്യമാക്കി കൊടുക്കണം. ആ താൽപര്യപത്രം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിനപ്പുറത്തിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ വളരെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ ചാനലിനകത്ത് വാർത്തക്കകത്തും കണ്ടതാ. തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കുന്നു. നമുക്കൊരു അപേക്ഷ കിട്ടിയാൽ ആ അപേക്ഷ എന്തിനു വേണ്ടി നോക്കും. ഒരു സംരംഭകം ആരംഭിക്കാൻ വരുന്ന ഒരാള് ഒരു അപേക്ഷ വെക്കുമ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യം, അതിനു വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് റെഡിയാക്കി കൊടുക്കുക. പിന്നീടാണല്ലോ കൊടുക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണല്ലോ ഇപ്പൊ പൂർത്തീകരിക്കുന്നത്. അതിനാവശ്യമായ വെള്ളം എവിടുന്ന് എന്ന ചോദ്യം വന്നപ്പോൾ 10 MLD വാട്ടർ കിൻഫ്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കിൻഫ്രയ്ക്ക് കൊടുത്തിട്ടുള്ള വെള്ളം അങ്ങ് ചെല്ലാനുള്ള പണികൾ പോലും ആരംഭിച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ആ തരം നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഏജൻസിയാണ്. ഇനി ആ വെള്ളം കൊടുക്കണമെങ്കിൽ ആര് കൊടുക്കണം? കിൻഫ്ര കൊടുക്കണം. അല്ല, അത് ഞങ്ങൾ നടത്തുന്ന കാര്യമില്ലല്ലോ. കിൻഫ്രയ്ക്കല്ല വെള്ളം കൊടുത്തത്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് അല്ല, അത് ഇത്രയും അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കേരളത്തിലൊരു സ്ഥാപനം വരണോ വേണ്ടിയോ എന്ന് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്താൽ അക്കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണല്ലോ ഈ അന്വേഷണം. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യം എന്താ? ഏതെങ്കിലും സംരംഭം വരുമ്പം അതിനെല്ലാം നെഗറ്റീവായി ഒബ്ജക്റ്റീവ് ചെയ്ത് പറയാന്നുള്ളതല്ല ആവശ്യം. ഇത്തരം കാര്യങ്ങളുടെ സാധ്യതകളിൽ അധിക ജലം ഉപയോഗിക്കാതെ നിലവിലുള്ള ജലസാധ്യതകൾക്കോ കുടിവെള്ളത്തിനോ ഇറിഗേഷനോ തടസ്സം വരാതെ വ്യവസായ വകുപ്പിന് കീഴിൽ കിൻഫ്രയ്ക്ക് കൊടുത്തിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇതെടുക്കാൻ കഴിയും എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിലെന്താ മിസ്റ്റേക്ക്? അതല്ലേ കാണേണ്ടതായിട്ടുള്ളൂ. മദ്യനിർമ്മാണത്തിന്റെ കേസിനെ കുറിച്ചല്ലല്ലോ ഞാൻ പറയുന്നത്. അതെന്തിനാ വാട്ടർ? നമ്മൾ ആരെങ്കിലും ഒരു കടയിൽ പോയി ജ്യൂസ് മേടിച്ച് കുടിക്കുക, മാംഗോ ജ്യൂസിനുള്ള വെള്ളം വാട്ടറോട് തരികയെന്ന് പറയാൻ പറ്റുമോ? നാരങ്ങ വെള്ളം മാത്രമേ കൊടുക്കാമെന്ന് പറയാൻ പറ്റുമോ? അത് സാധിക്കുകയല്ലോ. അപ്പൊ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് അത് മറ്റൊരു ഘടകം. വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ള പരമപ്രധാനമായ ജോലിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദൌത്യം. ആ ദൌത്യം ഞങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. അതല്ലല്ലോ, വാട്ടർ അതോറിറ്റിക്ക് ഇതിനകത്ത് എന്ത് ബന്ധം? ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല ഇസ് നമ്പർ 1. അതാണല്ലോ ശരി. ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ലല്ലോ. 226 mm³ വാട്ടർ വരുന്നതിനകത്ത് 95 MLD ആണ് കുടിവെള്ളത്തിന്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ആ മാറ്റിവെക്കുന്നതിൽ 10 MLD വാട്ടർ കിൻഫ്രയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ആ കിൻഫ്രയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഈ വെള്ളം എടുക്കാൻ കഴിയും. അവിടുത്തെ സോഴ്സ് ആണല്ലോ നോക്കേണ്ടത്. ഏതാ? അല്ല, കുടിവെള്ളത്തിന് തെറ്റായിരിക്കുന്നത്. സ്ഥാപനങ്ങൾക്ക് വെള്ളം വേണ്ടേ? വ്യവസായത്തിന് വെള്ളം കൊടുക്കണ്ടേ? തെറ്റുണ്ടോ? അല്ല, എന്റെ സംശയം തെറ്റുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വൻകിട വ്യവസായങ്ങൾ മാത്രമേ ഹോട്ടലുകളുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ ഈ ട്രെയിൻ വരുന്നുണ്ട്, ഈ കാര്യങ്ങൾ പോകുന്നതെല്ലാം ഇവിടേക്ക് വെള്ളം ആവശ്യമുണ്ട്. ഇങ്ങോട്ടേക്ക് വെള്ളം കൊടുക്കുക. ആ വെള്ളം മുഴുവൻ കുടിവെള്ളത്തിന് വേണ്ടിയാണെന്നുള്ളതല്ലോ. ഞങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നത് കുടിവെള്ളത്തിന്റെ ആവശ്യം വേണ്ട വെള്ളം എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് കണക്കുണ്ട്. കുടിവെള്ളത്തിന് കൊടുക്കുന്ന വെള്ളത്തിൽ ഒരു ഇഞ്ച് പോലും കുറവില്ല, ഒരു അംശം പോലും കുറവില്ല എന്ന ബോധ്യം ഉള്ളപ്പം ഇത്തരം അപേക്ഷകളിൽ ഞങ്ങളെ എഞ്ചിനീയർ നടത്തി കണ്ടാൽ മതി. ഇത് മന്ത്രിസഭയോ മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒന്നും കാണേണ്ട കാര്യമല്ല. അവരുടെ പ്രവേശമാണ്. ഇത് പരിശോധിച്ച് കൊടുക്കുക. അവരെ നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങൾ നോക്കി അത്തരം കാര്യങ്ങൾ വീഴ്ചയില്ലാന്ന് കണ്ടെത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, എനിക്കൂടെ മനസ്സിലാവണ്ടേ? അദ്ദേഹത്തിന് മനസ്സിലായ മാത്രമാവോ? ഞാൻ മനസ്സിലാക്കിയ കാര്യം
ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഇതിന് അനുമതി കൊടുത്തത്, ഈ ചോദ്യത്തിന് മറുപടി അനുമതി കൊടുത്തത്, ഇങ്ങനെ കൊടുക്കുന്ന പത്തമ്പലടി വാട്ടറിൽ നിന്ന് ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആർക്ക്? അതല്ലേ ഞാൻ പറഞ്ഞത്. വാട്ടർ അതോറിറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? വാട്ടർ അതോറിറ്റി കൊടുത്തിട്ടുള്ളത് കിൻഫ്രായ്ക്കാണ്. അത് ബൾക്ക് വാട്ടർ കൊടുക്കാന്ന് പറയാലേ. നമ്മൾ ലോറിയെ വെള്ളം കൊണ്ടുപോകുമ്പോൾ ബൾക്ക് വാട്ടർ ആണല്ലോ. ആ വെള്ളം എവിടെ കൊണ്ട് ആർക്ക് കൊടുക്കുന്നുള്ളത് അത്രയും വെള്ളം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിന് തമാശ എന്താ? ഈ പത്തമ്പലി വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പണി അവിടെ ആയിട്ടില്ലല്ലോ. അവിടെ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക, ഗ്രൗണ്ട് വാട്ടർ ജലത്തെ ആശ്രയിക്കാതിരിക്കുക, പിന്നെ പുതിയ സ്ഥാപനങ്ങളും സാഹചര്യങ്ങളും കൊമേഴ്ഷ്യൽ പർപ്പസുകളും ഒക്കെ കേരളത്തിലില്ലേ? അങ്ങനെയാണ് ഇപ്പൊ കേരളത്തിലെ മുഴുവൻ ജലജീവ മിഷൻ മുഖാന്തരം വെള്ളം കൊടുക്കുമല്ലേ. ഒരു കാര്യം കൂടെ റിപ്പോർട്ട് ചെയ്ത്, ഈ ഗവൺമെന്റ് വരുമ്പം 17 ലക്ഷം കുടുംബങ്ങളിലെ ഗ്രാമീണ കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിയിരുന്നുള്ളൂ. ഇന്ന് 17 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം അധികരിച്ചു. 23% കുടിവെള്ളം കൊണ്ടുവന്നുള്ളൂ. ഇന്നത് 54%. ഇത് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കൂടി കണക്കാണ്. നമുക്ക് കേരളത്തിലെ 100% ജനങ്ങൾക്ക് വെള്ളം കൊടുക്കണ്ടേ? അങ്ങനെ വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള സസ്റ്റൈനബിൾ ആയ സോഴ്സ് കണ്ടെത്തി അത് കൊടുക്കുന്നതിനുള്ള ജാഗ്രതയിലും നിർമ്മാണത്തിലുമാണ് കേരള വാട്ടർ അതോറിറ്റി. അതിനുവേണ്ടിയുള്ള സോഴ്സ് കണ്ടെത്തുക, പ്രശ്നങ്ങളെ പരിഹരിക്കുക. ആ നില മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ പുതിയ വ്യവസായം ഉണ്ടാവണം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് നിസ്സാരവൽക്കരിക്കപ്പെടാൻ പറ്റുമോ? എത്ര ലക്ഷം ആൾക്കാർക്ക് ഇവിടെ തൊഴിൽ ലഭിച്ചത്? 3.5 ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിച്ചു. 1 ലക്ഷത്തോളം വനിതാ സംരംഭങ്ങൾ ആരംഭിച്ചു. ഏതാണ്ട് 27,000-21,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായി. ആ നിലയിലെല്ലാം ചെറുതും വലുതുമായ പ്രാദേശിക വികസന രംഗത്ത് വ്യാവസായിക മുന്നേറ്റം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളോട് യോജിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ് നല്ലത്. വാട്ടർ സംബന്ധിച്ചിടത്തോളം വെള്ളം കൊടുത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നോട് ചോദിച്ചത്. അതിന് കിൻഫ്രായ്ക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് എടുക്കുന്നത് തെറ്റില്ല എന്നുള്ളത് മാത്രമേ വാട്ടർ അതോറിറ്റി പറഞ്ഞതായിട്ട് എന്റെ അറിവിലുള്ളൂ. ഇത് മന്ത്രിതലത്തിൽ കാണേണ്ട ഫയലല്ല, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ തലത്തിൽ പോകേണ്ടതാണ്. എങ്കിലും അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കിൻഫ്ര അല്ല പറയണ്ടേ? അല്ല, അതാണല്ലോ വസ്തുത. വേറെ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് വളരെ കൃത്യമായി നേരത്തെ തന്നെ എല്ലായിടത്തും വന്നു കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടേ എനിക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ.